ഇപ്പൊ 3 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് കൊല്ലത്ത് CPM-ന്റെ സംസ്ഥാന സമ്മേളനം വരുന്നത്. അപ്പോ മുൻപുണ്ടായിരുന്ന സംസ്ഥാന സമ്മേളനത്തിലൊക്കെ പങ്കെടുത്തിരുന്നല്ലോ. അപ്പൊ എങ്ങനെ നോക്കിക്കാണുന്നു ഇപ്പൊ ഈ പാർട്ടിയുടെ വളർച്ചയും പിന്നെ സംസ്ഥാന സമ്മേളനത്തിന്റെ കാര്യങ്ങളൊക്കെ? ഇപ്പൊ മുൻപുണ്ടായിരുന്ന സമ്മേളന കാലത്തെ ഓർമ്മകളൊക്കെ ഒന്ന് പങ്കുവയ്ക്കുക. നല്ല സമ്മേളനങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളതല്ല. കൊല്ലം വിശേഷിച്ചും തൊഴിലാളികളുടെ ഒരു കേന്ദ്രമാണല്ലോ. കശുവണ്ടി തൊഴിലാളികൾ, കയർ തൊഴിലാളികൾ, ഇവരുടെയൊക്കെ ഒരു കേന്ദ്രം, മത്സ്യത്തൊഴിലാളികൾ, ഇവരുടെ തൊഴിലാളികളുടെ കേന്ദ്രമാക്കില്ല എല്ലാ തരത്തിലും. പിന്നെ ഫാക്ടറി തൊഴിലാളികളും ഉണ്ട്. നല്ല കാഷ്യൂ ഫാക്ടറി മാത്രമല്ലാത്ത കാട്ടൺ മില്ല് അതുപോലുള്ള മില്ലുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൊല്ലം ഒരു തൊഴിലാളി കേന്ദ്രമായിരുന്നു. ഇന്ന് ആ നിലയിലില്ല. ഇവിടെ വലിയ കാട്ടൺ മില്ലൊന്നുമില്ല, അങ്ങനൊന്നുമില്ല. കാഷ്യൂ ഫാക്ടറികൾ തന്നെ എല്ലാം ഒന്നും നടക്കുന്നില്ല. പിന്നെ കടലിൽ പോകുന്ന തൊഴിലാളികളുണ്ട്, അവർ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ഈ പഴയ തൊഴിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നത്, വേറെ ഉള്ളവരില്ല. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പൊ ഒരുപാട് ബഹുജന സമരങ്ങളൊക്കെ കണ്ട നാടാണ് കൊല്ലം. ഒരുപാട് ബഹുജന സമരങ്ങൾ കണ്ടു. 18 വയസ്സ് മുതൽ ഞാൻ ബഹുജന സമരങ്ങൾ, ഇപ്പോൾ എനിക്ക് 86 വയസ്സുണ്ട്. ഇത്രയും വർഷങ്ങളിൽ ബഹുജന സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാട് വർഷം ജയിലിൽ കിടന്നിട്ടുണ്ട്. 4 വർഷത്തോളം ജയിലിൽ കിടന്നിട്ടുണ്ട് ഞാൻ. അതൊക്കെ ജീവിതത്തിൽ ഒരു സന്തോഷമാണ് എനിക്ക്. ജയിലിൽ കിടന്നതൊന്നും ഒരു സങ്കടമുള്ള കാര്യമായിട്ടല്ല. മനസ്സിലായില്ല. ഇപ്പൊ നടക്കുന്ന സമ്മേളനത്തിന് പോകുന്നുണ്ടോ? എവിടെ? ഇപ്പൊ കൊല്ലത്ത് നടക്കാൻ പോകുന്ന സമ്മേളനം. ഇതിൽ ഉദ്ഘാടന ദിവസം ഞാൻ പോകും. 6-ാം തീയതി പോയി ഉദ്ഘാടന പ്രസംഗം കേട്ടിട്ട് ഞാനിന്ന് പോരും. സമ്മേളനവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ അടുത്തിടെയായിട്ട് കബഡി മത്സരം, അങ്ങനെ ഒരുപാട് സാംസ്കാരിക നല്ല കാര്യങ്ങളാണ്. അതൊക്കെ നല്ല കാര്യങ്ങളാണ്.